നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജേഷ് ജി, വലിയ ചർച്ചകൾ നടക്കുകയാണ് കേരളത്തിലും അങ്ങ് ഡൽഹിയിലും. അതെ അതെ അവസാനം കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഡൽഹി, അതെ അവിടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആരാകും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? വ്യക്തമായ ഒരു ഉത്തരം പറയാൻ ആർക്കും കഴിയുന്നില്ല. രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമ പ്രവർത്തകർ, കോൺഗ്രസ്, മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കൾ ഒക്കെ സത്യത്തിൽ വെള്ളം കുടിക്കുകയാണ്. കെ സി വേണുഗോപാൽ ആകുമെന്നൊരു പക്ഷം, വി ഡി സതീശനാകുമെന്ന് മറ്റൊരു പക്ഷം. പൊതുവേ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കുറവാണ് എന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ മണ്ണിൻ ചാരി തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമോ? അഥവാ ഇനി മുഖ്യമന്ത്രി ആയാൽ തന്നെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുമോ? അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കണ്ടേ? അതെ അതെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശരിക്കും 4-ാം തീയതി വോട്ടെണ്ണി, അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളം മൊത്തം ചാനലുകളോടൊരു സാധനം കണ്ടത്. ഒരു പട്ടിക താരിഖ് അൻവറിൻ്റെ കയ്യിൽ അദ്ദേഹം നമ്മുടെ ഈ സർവേ നടത്തുന്നത് പോലെ ഒരു ഷീറ്റ്, അതിൽ സണ്ണി ജോസഫ് അടക്കം നമ്മുടെ MLA മാർ കൃത്യമായിട്ട് കെ സി എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിരിക്കുന്നു. ഇവിടെ പേരുണ്ട്, ആര് സപ്പോർട്ട് ചെയ്യുന്നു, കാണുന്ന MLA മാര് ഉദാഹരണത്തിന്. അല്ല, നമ്മളിപ്പോ പിന്നെ ഇവിടുന്ന് ജയിച്ചിരിക്കുന്ന MLA ഏതാ പറയുക, നമ്മുടെ കോവളം വിൻസെന്റ്, അപ്പുറത്ത് കെ സി. അല്ലെങ്കിൽ ചോദിക്കും ആരാകണം മുഖ്യമന്ത്രി, താങ്കളുടെ വാട്ട്സ് യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കുമ്പോൾ കെ സി ആണെങ്കിൽ കെ സി, ആർ സി ആണെങ്കിൽ ആർ സി, വി ഡി ആണെങ്കിൽ വി ഡി. ഓ, അങ്ങനെ പട്ടിക തയ്യാറാക്കിയിട്ടാണ് അദ്ദേഹം. അങ്ങനെ വന്നപ്പോൾ പട്ടിക തയ്യാറാക്കിയിട്ട് MLA യുടെ ഒപ്പ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഒബ്സർവറാണ് ഇവർ, നിരീക്ഷകരാണ്. നിരീക്ഷകർക്ക് അവർക്ക് തെളിവ് ഇതേ പട്ടിക തന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കുമോ? അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് MLA മാർ ചേർന്നാണ് ഒരു കത്തായിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ഇത് ഒപ്പിട്ട് കൊടുക്കുകയല്ല, നിരീക്ഷകന്റെ നിരീക്ഷണമാണത്. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്കും 43ഓളം പേരാണ് ആ പട്ടികയിൽ കെ സി എന്ന് എഴുതേണ്ടി വന്നത്. അപ്പോൾ വി ഡി സതീശൻ തൊട്ട് പിന്നാലെയുണ്ട്. വളരെ ഒരു 10-20 പേരുടെ സപ്പോർട്ട് വി ഡി സതീശനുണ്ട്. 20 ഇല്ല, കാരണം 63 പേരല്ലേ കോൺഗ്രസിലുള്ളൂ. 20 പേരിൽ വി ഡി സതീശൻ്റെ 14 പേരുടെ സപ്പോർട്ട്. ഓർക്കണം, 43 പേര്, 63-ൽ 43 കെ സി വരണം എന്ന് രഹസ്യമായി അറിയിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഷീറ്റാണ് പരസ്യമായത്. പക്ഷെ അത് കാര്യമല്ല. MLA മാർ സർക്കാർ സുസ്ഥിരമാണോ എന്ത് വേണം? തീർച്ചയായിട്ടും MLA മാർ അല്ല, സർക്കാർ സുസ്ഥിരമാണെങ്കിൽ MLA മാർ ഒറ്റക്കെട്ടാകണം. ഈ MLA മാർ ഒറ്റക്കെട്ടാകണമെങ്കിൽ അവിടെ തലവൻ കരുത്തുള്ള ആളായിരിക്കണം. അയാൾ ഐക്യ മനോഭാവമുള്ള ആളായിരിക്കണം. അയാൾ ഈ 63 പേരല്ല, 163 കോൺഗ്രസ്സുകാരെയും 102 UDF-കാരെയും ഒരുപോലെ ഒരേ മനസ്സോടെ ഒന്നിച്ച് കണ്ട്, എല്ലാ മന്ത്രിമാരെയും വകുപ്പ് മന്ത്രിമാരെയും ഒരുപോലെ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത്, പെട്ടെന്നാകും കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒരു ആക്രമണം വരുന്നത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഫണ്ട് വെട്ടിക്കുറയ്ക്കുക, അങ്ങനെ തീരും. അപ്പോൾ മോദിയുമായി നേരിട്ട് പാർലമെന്റിലൊക്കെ ആക്രമണം നടത്തി പരിചയമുള്ള കെ സി വേണുഗോപാൽ. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒന്നാമത്തെ കാര്യം, കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതെ, അതായത് അദ്ദേഹത്തിന് രാഷ്ട്രീയം മാത്രം നോക്കിയാൽ പോരാ, കോൺഗ്രസിൻ്റെ സംഘടനാ പരമായ വിഷയങ്ങളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടത്. മാറ്റാമല്ലോ, ഏത് നിമിഷം വേണമെങ്കിലും മാറ്റാമല്ലോ. അല്ല, അങ്ങനെ മാറ്റുമോ? ഞാൻ അതിലേക്ക് വരുന്നു. അല്ല, അത് ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിൽ ഒരു പ്രതിസന്ധി ഒഴിവായിരിക്കുന്നതിൻ്റെ കാരണം, അവിടെ മുഖ്യമന്ത്രി മാറണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. സിദ്ധരാമയ്യക്കെതിരെ വലിയ കോലാഹലങ്ങളുണ്ട്. DK ശിവകുമാർ ഒരു വശത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം തന്നെ മുഖ്യമന്ത്രി കസേരയിൽ, കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിൽ 1 മണിക്കൂറെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്. അപ്പോൾ പക്ഷേ ആ വിഷയം സമർത്ഥമായിട്ട് വലിയ ഉരസലൊന്നുമില്ലാതെ കൊണ്ടുപോകുന്നത് കെ സിയുടെ മിടുക്കാണ്. നമ്മൾ ദോഷം പറയരുത്, മോശം പറയാനും പാടില്ല. കെ സി വേണുഗോപാൽ എന്ന നേതാവിൻ്റെ മെയ് വഴക്കം, അദ്ദേഹത്തിൻ്റെ തടിമിടുക്ക്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ, തന്ത്രങ്ങൾ, ഭാഷ, അതൊക്കെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ, അതെല്ലാം അവിടെ
കർണാടകയെ സ്മൂത്തായിട്ട് ഭരണം കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു. 1. 2, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തൻ ആര് എന്ന് ചോദിച്ചാൽ മറ്റൊരു പേരില്ല, കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാഹുലിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള പ്രവർത്തനം, ഇതൊന്നും നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടെ അത് സംഘടനാ ചുമതല ഒരു വശത്ത് നിൽക്കുന്നു, അവിടെ കെ.സിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല, തീർച്ചയായിട്ടുമില്ല. ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ്സിന് കഞ്ഞി കുടിക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അതുകൊണ്ടാണ് അവർ തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും DMKയുടെ, കാരണം ഇനി DMKയുടെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, നേരെ വിജയിലേക്ക് ചാടിയത്. കാരണം മൊത്തത്തിൽ മാറുകയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ എവിടെയൊക്കെ മാറ്റം വരുന്നോ അവിടെയെല്ലാം ഈ മാറ്റങ്ങളോടൊപ്പം നിൽക്കാൻ അതൊരു തന്ത്രമാണ്. അങ്ങനെ കോൺഗ്രസ് ശ്രമിക്കുന്നു. തെലങ്കാനയിൽ അവർക്ക് ഭരണമുണ്ട്. ഒരു പക്ഷേ ആന്ധ്രയിൽ അടുത്ത തവണ ചന്ദ്രബാബു നായിഡുവിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു കക്ഷി, കാരണം ജഗ്മോഹൻ റെഡ്ഡിയൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ എന്നാൽ ഏതാനും സീറ്റുകൾ കിട്ടിയാൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഭരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ സൗത്ത് ഇന്ത്യ മുഴുവനും കയ്യിലായി, കോൺഗ്രസിൻ്റെ കയ്യിലായി. നോർത്ത് ഇന്ത്യയിൽ നോക്കണ്ട. എന്തായാലും അവിടെ ഇപ്പോൾ ബംഗാളും കൂടി BJP പിടിച്ചതോടുകൂടി നോർത്ത് ഈസ്റ്റ് നോക്കണ്ട, നോർത്ത് നോക്കണ്ട, പിന്നെ ഇങ്ങോട്ട് ഗുജറാത്ത് തുടങ്ങിയ മേഖലകൾ നോക്കണ്ട. പിന്നെ ഇപ്പോൾ അവർക്ക് ആകെയുള്ളത് പഞ്ചാബാണ്. പഞ്ചാബിൽ ഈ പറഞ്ഞതുപോലെ ആപ്പ് പൊളിഞ്ഞത് BJP ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും വലിയ പ്രതീക്ഷയൊന്നുമില്ല, പിന്നെ മുട്ടി നോക്കാം എന്നേ ഉള്ളൂ. ആകെപ്പാടൊരിത് കിടക്കുന്നത് ഈ പറഞ്ഞതുപോലെ കാശ്മീരിലാണ്. അവിടെ ഈ അയാളാണെങ്കിൽ ഒമർ അബ്ദുള്ള ആണെങ്കിൽ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, കോൺഗ്രസിനെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. സംഭവം ഘടകകക്ഷിയൊക്കെയാണ്, നമ്മൾ ഇരുമയ്യാണെങ്കിലും ഒരു മനസ്സാണ് എന്നൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായിട്ട് ഒമർ അബ്ദുള്ളയുടെ ആത്മാവും മനസ്സും ബുദ്ധിയെല്ലാം കേന്ദ്രത്തിൽ നിന്ന് പരമാവധി ഫണ്ട് വാങ്ങിച്ചെടുത്ത് അവിടുത്തെ ജമ്മു കാശ്മീരിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്ത് കോൺഗ്രസ്സിന് അവിടെ കളിയൊന്നും നടക്കില്ല. പിന്നെ ഭരണമുള്ളത് ഹിമാചലിലാണ്. ഹിമാചലിൽ ഈ പറഞ്ഞതുപോലെ ഭരണം മാറി 5 വർഷം കോൺഗ്രസ് എങ്കിൽ 5 വർഷം BJP, അങ്ങനെ മാറി മാറി വരുന്നതാണ്. ഒരു തവണ കൂടെ BJPയിലേക്ക് കിട്ടിയാൽ പിന്നെ അവിടെ കോൺഗ്രസ് നോക്കണ്ട. ഇനി പിന്നെ ഈ പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡ് അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് വരാൻ സാധ്യതയുള്ള. പിന്നെ അതുപോലെ ഇപ്പോൾ ഷിബു സോറൻ്റെ നാട്ടിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ജാർഖണ്ഡിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് അവിടെ ഒരു ഘടകകക്ഷിയെ പോലെ ഹേമന്ത് സോറനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ അതും വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിക്കകത്ത് ഹേമന്ത് സോറന് അർഹിക്കുന്നൊരു സ്ഥാനം കിട്ടുന്നില്ല, ഗൗരവം കിട്ടുന്നില്ല. ഹേമന്ത് സോറന് എപ്പോൾ വേണമെങ്കിലും BJPക്കൊപ്പം പോകാം അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് പോകാം എന്നൊരു സാഹചര്യമാണ്. വേറെ എവിടെയാണ് കോൺഗ്രസ്സിനൊരു സാധ്യതയുള്ളത്? ഒരിടത്തുമില്ല. അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഒരു ജനറൽ സെക്രട്ടറി അവിടെ വേണം. മാത്രമല്ല രാഹുലിനെ എപ്പോഴും BJPയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്ന രാഹുലിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കാനും രാഹുലിനൊപ്പം നിൽക്കാനും രാഹുലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാഹുലിൻ്റെ രാഷ്ട്രീയ പരിചയം വർദ്ധിപ്പിക്കാനും ഒക്കെ തീർച്ചയായിട്ടും വേണുഗോപാലിനെ പോലൊരു മികച്ച നേതാവ് അവിടെ ഇല്ല. മറ്റൊരു സാധ്യത കൂടെ, ഇപ്പം ഇത് 2 എണ്ണമായല്ലോ. ഒന്നത് പിന്നെ 2 അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കർണാടക അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്. മൂന്നാമത്തത് അദ്ദേഹം ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പാർലമെൻറ്റിൻ്റെ. അപ്പോൾ എന്തുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി? കേന്ദ്ര സർക്കാരിന് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും കൂടി ഇടപെട്ടിട്ടാണല്ലോ അത് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ MP-മാരുടെയും അതെപ്പോഴും പ്രതിപക്ഷത്തുനിന്ന് ഒരാളായിരിക്കും വരുന്നത്. പക്ഷെ പ്രതിപക്ഷത്തുനിന്ന് വേറെ ശശി തരൂരിനെ വെക്കാമായിരുന്നു. ശശി തരൂരിനെ വെച്ചില്ലല്ലോ, കെ.സി. വേണുഗോപാലിനെ തന്നെ വെച്ചല്ലോ. BJPയിലേക്ക് പോകും. അല്ല, അത് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്ന അതെ BJPക്കാരും കോൺഗ്രസ്സുകാരും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തരൂർ ഇപ്പം അതെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട കെ.സി. വേണുഗോപാൽ ഇനി അത് രാജിവെച്ചിട്ട് ഈ MP സ്ഥാനം രാജിവെച്ചിട്ട് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി ആകുമോ? അപ്പം സമ്മതിച്ചല്ലോ, കെ.സി. വേണുഗോപാലിന് കഴിവുള്ള ആളാണ് സമ്മതിച്ചല്ലോ. ഒരു സംശയം, രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് കൊണ്ടിട്ടാലും 4 കാലിൽ നിൽക്കുമെന്ന് സമ്മതിച്ചല്ലോ. തീർച്ചയാണ്. അപ്പം പാർലമെന്റിലും കെ.സിയുടെ സേവനം കൂടിയേ തീരുള്ളൂ എന്നാണ്
കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത്, ഞാൻ പറയുന്നതല്ല. കേന്ദ്ര സർക്കാരിന് ഈ PSCയുടെ പാർലമെന്റിന്റെ PSCയുടെ ചെയർമാനായത് അപ്പം പാർലമെന്റിൽ സേവനം വേണം, സമ്മതിച്ചില്ല. അപ്പൊ കഴിവുറ്റ മനുഷ്യനാണ് അല്ലേ? തീർച്ചയായും. അപ്പൊ കേരളത്തിലെ 43 കോൺഗ്രസ് MLA-മാർ KC തങ്ങളുടെ മുഖ്യമന്ത്രിയാകണം എന്ന് ഹൈക്കമാൻഡിനോട്, താരിഖ് അൻവറിനോട് നേരിട്ട് മല്ലികാർജുൻ ഖാർഗെയുടെ മുമ്പിലേക്ക് ഈ ആവശ്യം പോയപ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിൽ? KC വേണുഗോപാലിനോട് സ്വയം തീരുമാനിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. താങ്കൾക്ക് നിൽക്കണമോ കേരളത്തിലേക്ക് പോകണമോ എന്നുള്ളത്. അവിടെ നിന്നാൽ വെറുമൊരു MP, ഇവിടെ വന്നാൽ 43 കോൺഗ്രസ്സുകാരുടെ എങ്കിലും പിന്തുണയുള്ള മറ്റ് ഘടകകക്ഷികളും പിന്തുണച്ചിരിക്കും. ലീഗ് പിന്തുണയ്ക്കും. ലീഗ് വി ഡി ലീഗും കേരള കോൺഗ്രസിന്റെ ഒക്കെ കാര്യം വിടാം, കാരണം കോൺഗ്രസ് തീരുമാനിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ 43 കോൺഗ്രസ് MLA പിന്തുണയുള്ള ഒരു പ്രശ്നമുണ്ട് രാജേഷ് ജി. ഇന്നിപ്പോ ഏറ്റവും ഉച്ചയ്ക്ക് വന്ന ഒരു പുതിയ വാർത്ത, മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിന്റെ മുന്നിൽ ഫ്ലെക്സ് വന്നിരിക്കുകയാണ് KCക്കെതിരെ. K. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ ഫ്ലെക്സ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, വലിയ ഫ്ലെക്സ് വെച്ച് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആകില്ല, വലിയ എതിരെ വച്ചു എന്ന് പറഞ്ഞിട്ട് ആകാതിരിക്കുകയുമില്ലെന്ന്. ഇത് KCക്കെതിരെയാണ്, അതാണ് പറഞ്ഞത്. KCക്ക് അനുകൂലം പറഞ്ഞത്. KCക്കെതിരെ, അതായത് ജനഹിതം മാനിക്കണം, ജനവിധി മാനിക്കണം, പിന്നെ നയിച്ചവൻ ഇനി മുഖ്യമന്ത്രിയാകട്ടെ അതേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതേ വി ഡി സതീശനെ നമ്മളിപ്പോൾ ഈ KC യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, ഡൽഹി, പഞ്ചാബ്, ഇതേപോലെ തെലങ്കാന, ഇപ്പോൾ തമിഴ്നാട് ഇഷ്യൂ, നിസ്സാരം KC വേണുഗോപാലിന് പകരം നമ്മുടെ വി ഡി സതീശന് അല്ലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഒരു തമിഴ്നാട്ടിലെ ക്രൈസിസ് ഒന്ന് സോൾവ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തായിരിക്കും അവസ്ഥ? അല്ല, അത് മറ്റൊരു വിഷയമാണ്. കാരണം ചെന്നിത്തല മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസിന്റെ നേതാവായിരുന്നു. മഹാരാഷ്ട്രയുടെ ഒബ്സർവർ മാത്രമല്ല, മഹാരാഷ്ട്രയുടെ നിയമസഭ ഇലക്ഷന്റെ ചുമതല ചെന്നിത്തലയ്ക്കായിരുന്നു ആണല്ലേ? അല്ല രാജേഷ് ജി പറഞ്ഞു. പക്ഷെ അവിടെ എന്താ അവസ്ഥ? അല്ല, ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു. കാരണം രമേശ് ചെന്നിത്തലയ്ക്കെന്നല്ല, ഇനിയിപ്പോൾ KC പോയാലും മഹാരാഷ്ട്ര പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഹരിയാന പിടിക്കാൻ പറ്റുമോ? ഇപ്പൊ UP-ൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, UP പിടിക്കാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഡൽഹി പിടിച്ചോ? ഇല്ലല്ലോ. ഇല്ല, ഡൽഹി പിടിച്ചില്ല. പക്ഷെ പറയാൻ പറ്റില്ല ഇനി അങ്ങോട്ടുള്ള ഈ എപ്പോഴും ഒരു മാവിന്റെ ഒരു സൈഡിൽ മാത്രം അങ്ങ് അയക്കില്ലല്ലോ. അതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നെ ഇതിനകത്തെല്ലാം ഇതെല്ലാം പറഞ്ഞു. പക്ഷെ അവിടെ ഹൈക്കമാൻഡിൽ ഒരു വ്യക്തിയുണ്ട്, സോണിയാഗാന്ധി. അതെ, അവർക്ക് ഒരു വരി പറയാനുള്ള ഒരു കനപ്പെട്ട അധികാരം അവർക്കുണ്ട്. സോണിയാഗാന്ധി ഇടയ്ക്ക് ആശുപത്രിയിലായിരുന്നു, ഓർമ്മയില്ലേ? അതിനു മുമ്പ് രമേശ് ചെന്നിത്തല പോയി കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ താങ്കളാകും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി. അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു. കാരണം ജയിക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ആ സർവേ എക്സിറ്റ് പോളൊക്കെ വരുന്നതിന് മുമ്പാണ്. നമ്മൾ ജയിച്ചിരിക്കുമെന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിക്ക് കൈമാറുന്നു. സോണിയാഗാന്ധി ഇന്നും സോണിയയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. കാരണം രാജീവ് ഗാന്ധിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു രമേശ് ചെന്നിത്തല. അന്ന് ഇന്ദിരാഗാന്ധിക്കും പ്രിയപ്പെട്ട ആളാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ചെറുപ്പം മുതൽക്കേ അവിടെ ഡൽഹിയിൽ ഒരുപാട് സുപ്രധാനമായ തീരുമാനങ്ങളിൽ പങ്കാളിയായ ആളാണ്. എക്കാലത്തും നെഹ്റു കുടുംബത്തിനോട് അങ്ങേയറ്റ വിധേയത്വം കാണിച്ച ആളാണ്. മാത്രമല്ല, ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ പോയിരുന്നു. രമേശ് ചെന്നിത്തല അവിടെ ആരെയൊക്കെ കണ്ടു എന്നുള്ളത് സോണിയയുടെ കാര്യം അങ്ങ് പറഞ്ഞു. പക്ഷേ അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള വേറെ മുതിർന്ന നേതാക്കളെയും പുള്ളി കണ്ടു. ഈ എന്താണ് എക്സിറ്റ് പോളിൽ വരികയെന്നത് 2-3 മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും ചെന്നിത്തലയ്ക്ക് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരം ലഭിച്ചു. ഇപ്പോഴും പോലീസ് സേനയ്ക്കുള്ളിൽ ഇന്റലിജൻസ് ചെന്നിത്തലയ്ക്ക് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിയാണ് അല്ലേ? അല്ല, മുൻ ആഭ്യന്തരമന്ത്രിയാണെന്നുള്ളത് മാത്രമല്ല, ആഭ്യന്തര വകുപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ചും പിന്നെ ഇപ്പോൾ പോലും ഈ സമയത്ത് പോലും ഇൻ്റലിജൻസിലും മറ്റുമൊക്കെ ഉന്നത IPS ഉദ്യോഗസ്ഥരുമായിട്ട് ചെന്നിത്തലയ്ക്ക് വളരെ അടുത്ത് ബന്ധമുണ്ട്. കാരണം അത് പഴയ ആ ഡൽഹി വാസമാണ് അതിന് സഹായിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ ഒരുപാട് കാലം 2004 വരെ അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്ന ആളാണ്. 2004 ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതും ഇവിടെ പിന്നീട് KPCC പ്രസിഡൻ്റ് ആകുന്നതും ഒക്കെ. അപ്പോൾ ഈ 2006-07 കാലത്തൊക്കെയാണ് അദ്ദേഹം കേരളത്തിൽ പരിപൂർണമായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതുവരെയുള്ള അനുഭവം, അതുവരെയുള്ള പരിചയം ഒക്കെ അദ്ദേഹത്തിനെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ KCയെയും VDയെയും കാലും ഈ 2 പേരെക്കാളും ചെന്നിത്തലയ്ക്ക് വേറെ ചില അഡ്വാൻറ്റേജുകളുണ്ട്. ചെന്നിത്തല പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. പിന്നെ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പ് സകല കൂടോത്രങ്ങളെയും കൊണ്ടു നടക്കാൻ ഒരു കഴിവ് വേണം. അത് പണ്ട് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് കേവലം 71 സീറ്റ് ആദ്യം, പിന്നീട് അത് 72ആയി. ആ 72 MLA-മാരെ വെച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെയാണ്. ഞാണിന്മേൽ കളിയായിരുന്നു. പിന്നെയാണ് 2014 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഇവരുടെ 2 MLA, RSPയുടെ 2 MLA-മാരൂടെ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ ഒന്ന് അടി തെറ്റിയപ്പോഴത്തേക്കാണ് 2021 ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ചെന്നിത്തല ഇനി പ്രതിപക്ഷ നേതാവ് ആകണ്ട. കാരണം ചെന്നിത്തലയ്ക്ക് ഒരു മോഹം ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായി ഈ പാർട്ടിയെ നയിച്ചിട്ട്, ഈ മുന്നണിയെ നയിച്ചിട്ട് ഈ ഇലക്ഷനിൽ വീണ്ടും തിരിച്ചു പിടിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ഫ്ലോയിൽ മുഖ്യമന്ത്രിയാകുന്നു. പക്ഷേ അതിന് ഹൈക്കമാൻഡ് ഇടപെട്ട ഒരു ബ്രേക്ക്. അതിന് ഹൈക്കമാൻഡ് അല്ല ഇടപെട്ടത്. അതിന് ബ്രേക്ക് ചെയ്തത് തീർച്ചയായിട്ടും KCയുടെ ഒരു 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 എന്താ പറയുക, നെറ്റ്വർക്കുമാണ്. അന്നേ KC വേണുഗോപാൽ വളരെ കൃത്യമായിട്ടല്ല അദ്ദേഹം അന്നേ KC വേണുഗോപാൽ അടുത്ത മുഖ്യമന്ത്രി കേട്ടിരുന്നു. അത് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ KC അന്നേ വളരെ കൃത്യമായിട്ട് കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയായിരിക്കണം. നമ്മൾ കരുതുന്ന പോലെ KC വേണുഗോപാൽ വെറും ഒരു സാധാരണ രാഷ്ട്രീയക്കാരനോ രാഹുൽ ഗാന്ധിയെ മണിയടിച്ച് നടക്കുന്ന ഒരാളോ അല്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹം വലിയ പ്രാസംഗികനോ ഈ പറയുന്ന വലിയ ഇതൊന്നുമല്ല, തന്ത്രജ്ഞനൊന്നും അല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് നല്ല ഓർഗനൈസറാണ്. പിന്നെ നന്നായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആളാണ്. ആ രാഷ്ട്രീയ കരുക്കൾ നീക്കാൻ അദ്ദേഹം എടുക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂരെന്ന് ആലപ്പുഴ വന്ന് ആലപ്പുഴയെ തൻ്റെ തട്ടകമാക്കി അവിടെ നിന്ന് നിയമസഭയിലേക്കും അവിടെ നിന്ന് പിന്നെ ഡൽഹിയിലേക്കും MP ആയിട്ട് പാർലമെൻറ്റിലേക്കും ഒക്കെ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചത് വെറുതെയാണോ? അദ്ദേഹത്തിന് മിടുക്കില്ലാത്തത് കൊണ്ടാണ്? അല്ല, മിടുക്കനായതുകൊണ്ട് തന്നെയാണ്. ആലപ്പുഴ പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ CPM-ന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ ആ CPM-ൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്ക് ജയിച്ചു കയറി പോകാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KC കഴിവുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് ഈ 2021 അദ്ദേഹം ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാൽ പോലും KCയുടെ കൃത്യമായ നിർദ്ദേശങ്ങളും നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ പുറത്തും ഉണ്ടാവും. അദ്ദേഹം KCയേക്കാൾ സീനിയറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. KCയേക്കാൾ സീനിയറായ ഒരു നേതാവ് കേരളത്തിൽ വേറെ ഉണ്ട്. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ KC വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നിന്നിരുന്നു. K മുരളീധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് ആ K മുരളീധരന് KCയുടെ മുന്നിൽ വണങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ തവണ വെട്ടക്കാലിൽ നിന്ന് ജയിച്ചപ്പോൾ K മുരളീധരൻ മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ചെങ്കിലും ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമായിരുന്നു. കാരണം K മുരളീധരന് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആഭ്യന്തര മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ താൻ അങ്ങോട്ട് പോകില്ലെന്ന് മുരളീധരൻ അന്ന് തീരുമാനിച്ചു. മുരളീധരന്റെ മനസ്സിൽ കേരളത്തിന് അടുത്ത മുഖ്യമന്ത്രി പദം തന്നെയായിരുന്നു. പക്ഷേ എവിടെയൊക്കെ പിഴച്ചുപോയി, തൃശ്ശൂരിൽ കാലിടറി വീണുപോയി. അങ്ങനെ എന്നും പിഴച്ചിട്ടേ ഉള്ളൂ. മുരളീധരൻ വാസ്തവം പറഞ്ഞാൽ നല്ല തന്ത്രജ്ഞനും നല്ല പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവും ഒക്കെ ആണെങ്കിലും മുരളീധരൻ ഈ പറഞ്ഞതുപോലെ എവിടെയോ ഒരു നിർഭാഗ്യം അത് ഈ രമേശ് ചെന്നിത്തലയ്ക്കും അത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എവിടെയോ ശകലം പഴിച്ചിട്ടുണ്ട്. അതാണ് അത് മുമ്പൊരു പക്ഷേ പണ്ട് ആയ കാലത്ത് ചെയ്ത ചില പ്രവർത്തികളുടെ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗുരുത്വദോഷമാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ചെന്നിത്തലയും VD സതീശനും ഉണ്ടായിരുന്നു പ്രതിപക്ഷത്ത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടുപേരും ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും തമ്മിൽ ചകടയായിരുന്നു ആണ് അതുകൊണ്ടിരിക്കുക. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അപ്പോൾ ഇനി അങ്ങോട്ട് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും VD മുഖ്യമന്ത്രിയായാലും മറ്റേയാൾ അടിക്കും. ഏറ്റവും പുതിയൊരു വിവരം വന്നിട്ടുണ്ട്. നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ, VD സതീശൻ അടക്കമുള്ളവരെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് മിക്കവാറും നാളെ തന്നെ ശനിയാഴ്ച 9-ം തീയതി രാഹുൽ ഗാന്ധിയുടെ വോയിസ് അല്ല, രാഹുൽ സോണിയയ്ക്കും തന്നെയാണ്, സോണിയ തന്നെയായിരിക്കും തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അതുകൂടെ ഒന്ന് പറയാം. ശരിയാണ്, VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒത്തൊരുമയോടെ അല്ല പ്രവർത്തിച്ചത്. ആദ്യം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വേണ്ട പിന്തുണ VD കൊടുത്തോ എന്ന ചോദ്യമുണ്ട്. ഇല്ല എന്ന് തന്നെയാണ് പൊതുവേ ഉള്ള നിരീക്ഷണം. തിരിച്ച് VDക്ക് ആ പിന്തുണ ചെന്നിത്തലയുടെ കയ്യിൽ നിന്ന് കിട്ടിയോ അവിടെയും ഇല്ല എന്ന് തന്നെയാണ് പൊതുവേ ഉള്ളത്. ഇവിടെ ചെന്നിത്തല മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല, മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മറ്റൊന്നും തനിക്ക് വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ആഭ്യന്തരം വേണ്ട, ഒരു സുപ്രധാന പദവി വേണ്ട, ഒന്നും വേണ്ട, തനിക്കൊന്നും വേണ്ട നിലപാടിൽ, കടുത്ത നിലപാടിൽ ഇപ്പോഴും VD ഉറച്ചിരിക്കുകയാണ്. കാരണം VDക്ക് തന്റെ കൂടെയുള്ള കുറച്ച് അനുയായികൾ MLA-മാർ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ ഒരു സമവായം എന്ന നിലയ്ക്ക് KC തന്നെ വരാനാണ് ഒരു സാധ്യത. എനിക്കങ്ങനെ തോന്നുന്നില്ല.
കെ സിയെ ഡൽഹിയിൽ നിന്ന് മാറാൻ രാഹുൽ ഗാന്ധി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുലിൻ്റെ ഏറ്റവും വിശ്വസ്തനാണെന്ന് കെ സിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു വിശ്വസ്തൻ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ കെ സിയെ അങ്ങനെ അവിടെ നിന്ന് അങ്ങ് വിടാൻ അവർ തയ്യാറാകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിരീക്ഷണം. എന്തായാലും നമുക്ക് തെറ്റുപറ്റാം, നമ്മൾ പിന്നെ ഈ ത്രികാലജ്ഞാനിയൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സമവായം വരാം. 2.5 വർഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ, അതിനുശേഷം 2.5 വർഷം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ, അങ്ങനൊരു തീരുമാനം വേണമെങ്കിൽ വരാം. അതും സംഭവ്യമാണ്. കർണാടകയിൽ ആ ഫോർമുല കൊണ്ടുവന്നത് കെ സി ആണ്. പക്ഷേ ആ ഫോർമുല ഇപ്പോഴും നടപ്പായിട്ടില്ല. അതെ, ഇറങ്ങിക്കൊടുത്തിട്ടില്ല സിദ്ധരാമയ്യ. ഒരു പക്ഷേ അവസാനത്തെ 1 വർഷമോ മറ്റോ ഡി കെ ശിവകുമാറിന് കൊടുക്കാമെന്നായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു വീതം വയ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ വീതം വയ്പ് ഇവിടെ പറ്റില്ല എന്ന് വി ഡി സതീശൻ തുടക്കത്തിലേ പറഞ്ഞത്. ആ വീതം വയ്പ്പിന് ഞാൻ തയ്യാറല്ല. ഇതിപ്പോൾ എന്തായാലും ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. ഹൈക്കമാൻഡ് എന്തുകൊണ്ടും ഈ പ്രായക്കൂടുതലും അനുഭവ പരിജ്ഞാനവും പിന്നെ ഈ പറഞ്ഞ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ. വി ഡി സതീശനെ സംബന്ധിച്ച് ശരിയാണ്, ടീം UDF തെരഞ്ഞെടുപ്പ് എല്ലാം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാനായി അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ അത് ഭരണത്തിൽ, കാരണം മുമ്പ് ഭരിച്ചുള്ള മന്ത്രിയായി ഇരുന്നിട്ട് പോലും ഉള്ളൊരു പരിചയം വി ഡി സതീശനില്ല. അദ്ദേഹം പറയും അല്ല ഭരണപരിചയമൊന്നുമല്ല, കഴിവാണ് ആവശ്യം എന്നൊക്കെ പറയും. ഒക്കെ ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ രമേശ് ചെന്നിത്തലയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഘടകങ്ങൾ വി ഡി സതീശനിൽ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ രമേശ് ചെന്നിത്തല പ്രായം കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും കുറച്ചുകൂടെ മുകളിലാണ്, ഒരു പടി മുകളിലാണ്. അത്രയേ ഉള്ളൂ. ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസിൻ്റെ ഈ വിജയത്തിന് നിറം കെടുത്തുന്ന തരത്തിലുള്ള വിഴുപ്പലക്കലുകൾ കോൺഗ്രസിൽ ഇനി ഉണ്ടാകരുത്. ഇപ്പോൾ നടക്കുന്നതൊക്കെ പോട്ടെ, താഴെത്തട്ടിൽ അണികളൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അതില്ലെങ്കിൽ പ്രതിപക്ഷം എങ്ങനെ ഉയർന്നു വരില്ല? അതില്ലെങ്കിൽ പ്രതിപക്ഷം ഉയർന്നു വരുന്നതല്ല, അതില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അതില്ലെങ്കിൽ ഈ വിഴുപ്പലക്കൽ ഇല്ലെങ്കിൽ, ഈ തമ്മിത്തല്ലില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കെ മുരളീധരൻ വെടിപൊട്ടിക്കുന്നത്. പക്ഷേ അവസാനമായ ഒരു കാര്യം കൂടി, ഈ വീതം വയ്പ് കൊണ്ടുവന്നത് LDF ആണ്. കാരണം ആന്റണി രാജുവിനെ മാറ്റി കെ ബി ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നു. എന്തായി? വെളുക്കാൻ തേച്ചത് പാണ്ടായി. മാത്യു തോമസിന്റെ പകരം കൃഷ്ണൻകുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തായി? തീർച്ചയായിട്ടും ആരെങ്കിലും കരയിൽ കയറിയോ? ഇല്ല, ആരും കരയിൽ കയറിയില്ല എന്ന് മാത്രമല്ല, അതെല്ലാം തിരിച്ചടിയുമായി. അപ്പൊ ഈ വീതം വയ്പ് തിരിച്ചടിയാണ്. വീതം വയ്പ് തിരിച്ചടി തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഹൈക്കമാൻഡ് അങ്ങനെയൊക്കെ തീരുമാനിക്കാം. നമ്മൾ സാധ്യതകളാണ് പറഞ്ഞത്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിൻ്റെ ചില സാധ്യതകളെ കുറിച്ചാണ് ചർച്ച. 2029 ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഒരു 2.5 വർഷത്തേക്ക് കേസി ആയാലോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ തിരിച്ചു വന്നോളൂ. അതിനുള്ള സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1 നേഷൻ 1 ഇലക്ഷനെ എതിർക്കണമെങ്കിൽ അവിടെ കേസി വേണം. ഈ അനുകൂലിക്കണമെങ്കിൽ അല്ല, അതിനെ കോൺഗ്രസ് അത് താല്പര്യപ്പെടുന്നില്ലല്ലോ. കോൺഗ്രസ് പാർലമെന്റ് ഇലക്ഷൻ നടക്കും. ഞാൻ പറയുന്നത് അവിടെ BJPയുടെ തന്ത്രങ്ങളെ നേരിടണമെങ്കിൽ അവിടെ കേസി വേണം. അത് രാഹുലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇനി ഇതെല്ലാം പറഞ്ഞു അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കും ഒരു താല്പര്യം കാണില്ലേ? അവരും തീർച്ചയായിട്ടും അവർ പറയുന്നെങ്കിൽ എൻ്റെ അറിവിൽ രമേശ് ചെന്നിത്തലയുടെ പേരെ അവർ പറയാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോയുടെ അപ്രിയമൊന്നുമില്ല, പക്ഷെ അവരും KCയെ കേരളത്തിലേക്ക് വിടാൻ തയ്യാറാകില്ല. കാരണം KCക്ക് കേന്ദ്രത്തിലും BJPയും RSSും ഒക്കെ ആയിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. പല കാര്യങ്ങളും, നിർണായക തീരുമാനങ്ങൾ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള കാര്യത്തിൽ, കാരണം രാജ്യത്തിൻ്റെ വിദേശ നയത്തൊക്കെ പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ പങ്കുണ്ടെന്ന്. ഇവർ ഈ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കണമെങ്കിലും അകത്ത് വലിയ ചർച്ച, ഈ സിനിമയിൽ പറയുന്നത് പോലെ അന്തർധാര വളരെ ശക്തമാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റൂ. അല്ലാതെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു ഗവൺമെന്റിനും വിദേശ നയത്തിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. അതിനൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. 10 വർഷം പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നല്ലോ. അതെ, ഒരു പുതുമയാണ് കാണിക്കുന്നത്. അതെ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവരും KCയെ അങ്ങനെ അങ്ങ് കൈവിടാൻ തയ്യാറാവില്ല. KC ഡൽഹിയിൽ തന്നെ നിൽക്കട്ടെ എന്നായിരിക്കും മോദിയുടെയും അമിത്ഷായുടെയൊക്കെ ആഗ്രഹം. പിന്നെ അതിനകത്ത് അറിയാമല്ലോ, BJPയുടെ ഐശ്വര്യം രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് KCയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഐശ്വര്യത്തിൻ്റെ ഒരു പങ്ക് KCക്കും
അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് KC ഡൽഹിയിൽ നിൽക്കട്ടെ എന്നേ അവർ ആഗ്രഹിക്കുള്ളൂ. കേരളത്തിലാവുമ്പം വലിയ തർക്കമോ ബഹളമോ ഒന്നും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിപ്പോൾ രമേശ് ചെന്നിത്തല ആയിരിക്കും നല്ലത് എന്നൊരു താല്പര്യം അവർക്കും ഉണ്ടാകും, അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊക്കെ എങ്ങനെ വന്ന് ഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ ചർച്ച പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം, ഡൽഹിയിൽ സൂര്യൻ ഉദിക്കുന്നതും തീരുമാനം വരുന്നതും ഒരുമിച്ചായിരിക്കും.